എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്പയർ 2026 നേതൃത്വ പരിശീലന പരിപാടിയും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. വെളിച്ചന്തോട് ഷൈൻ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് CDO ജോയ് സി രാജു സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രോഗ്രാം ഓഫീസർ VV നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ റെനി മുടമ്പള്ളി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. സാജൻ വർഗീസ് നേതൃത്വ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. CDO PV സൗമ്യ, മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KB അജിത എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വെളിച്ചന്തോടിൽ സ്ഥാപിച്ച റോഡ് മിററിൻ്റെ ഉദ്ഘാടനം സോണൽ മാനേജർ സാജൻ വർഗീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബസ് സമയവിവര ബോർഡിൻ്റെ ഉദ്ഘാടനം മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ VV നളിനാക്ഷൻ, ഷാജി മാത്യു എന്നിവരും നിർവഹിച്ചു. ഭോപ്പാലിലായിരുന്നു കുറച്ച് വർഷക്കാലം. വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിലുമപ്പുറം നമ്മുടെ മേഖലാ ഡയറക്ടറായിട്ടാണ്, കാസർഗോഡ് മേഖലയുടെ ഡയറക്ടറായിട്ടാണ് അച്ഛൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി വെളിച്ചാന്തോട് ശ്രേയസ് കൂട്ടായ്മയിലേക്ക് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വാശ്രയ സംഘത്തെ എങ്ങനെ അതിൻ്റെ ഭാരവാഹികൾ നയിക്കണമെന്നും അതുപോലെ തന്നെ ആ കൂടെയുള്ള അംഗങ്ങളെ എങ്ങനെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള രീതിയിൽ ഈ യൂണിറ്റിൽ 23 സംഘങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 3 സംഘങ്ങൾക്കുള്ള ഒരു സമ്മാനം, പ്രോത്സാഹന സമ്മാനം ഇന്നിവിടെ വേദിയിൽ വെച്ച് നൽകും. അതുപോലെ തന്നെ നമ്മൾ മുൻപ് തീരുമാനിച്ച പോലെ സ്വാശ്രയ സംഘ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കും. അത് പൊസിഷൻ അല്ല, അയൽക്കൂട്ട പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിലേക്കാളുപരി ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം 10:30 തുടങ്ങേണ്ടതാണ് പറഞ്ഞാൽ കുറച്ച് സമയം ലേറ്റായി. സാജൻ സാറിന്റെ ക്ലാസ്സിന് വേണ്ടി വളരെ ഈഗറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് എടുക്കാൻ ഏറ്റവും യോഗ്യൻ സാജൻ സാർ തന്നെയാണ്. ഞാനൊക്കെ സാജൻ സാറിനെ കാണുമ്പോൾ മുതലേ ശ്രേയസിന്റെ ആളായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം ശ്രേയസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയും എന്താണ് ശ്രേയസ്, അല്ലെങ്കിൽ സാധാരണ ലീഡേഴ്സിനെ പോലെ അല്ല, ശ്രേയസിലെ ലീഡേഴ്സിനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ ആപ്റ്റായിട്ടുള്ള ഒരാളാണ് സാജൻ സാറ്. പ്രത്യേകമായിട്ട് സാജൻ സാറിനെ നമ്മുടെ ഈ റീജിയനിലായിട്ട് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയൂടെ ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ആശംസ. ഈ ക്ലാസ്സിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം നല്ല സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സായിട്ട് മാറും. താങ്ക് യു. നമുക്കറിയാം, നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് 2 വർഷ കാലാവധിയാണ്. ഈ 2 വർഷം ഒരു പ്രദേശത്തെ, ഒരു സമൂഹത്തെ, ഒരു അയൽക്കൂട്ടത്തെ ശ്രേയസിൻ്റെ ലേബലാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നല്ലൊരു വഴി വെട്ടിത്തുറക്കണം. ആ വെട്ടിത്തുറക്കിലൂടെ നമുക്ക് എല്ലാവിധ കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കാരണം കാസർഗോഡ് മേഖലയുടെ നട്ടലായ വെളിച്ചോന്തോട് യൂണിറ്റും അതിന് കീഴിൽ വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്ന ഏറ്റവും യൂണിറ്റിനും ഇതിൽ അത്യാവശ്യമായ സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഡർ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ലേൺ ഫ്രം മിസ്റ്റേക്ക്, എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്ന് ആദ്യം കാണുകയും അത് പഠിക്കുകയും അത് മാറ്റം വരുത്താൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ലീഡറുടെ ഒന്നാമത്തെ കർത്തവ്യം. അപ്പോൾ ഒരു ലീഡറെ ഞാൻ പരിചയപ്പെടുത്തി, ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ലേൺ ഫ്രം മിസ്റ്റേക്ക്. എല്ലാ കളികളും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സോണൽ മാനേജർ സാജനെ ക്ഷണിക്കുക. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ.
മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ